ഇടുക്കിയിലും അവിടെ ഖനനം നിർത്തിവെക്കാൻ ഉത്തരവ് വന്നു കഴിഞ്ഞു. ഇടുക്കിയിലും പല പ്രദേശങ്ങളിലും കാര്യമായി മഴ പെയ്യുന്നുണ്ട്. രാഹുൽ വിജയൻ, കനത്ത മഴയാണോ ഇടുക്കിയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്, അതോ മഴ മാറി നിൽക്കുന്ന അവസ്ഥയുണ്ടോ ഏതെങ്കിലുമൊക്കെ പ്രദേശങ്ങളിൽ? നിലവിൽ ഈ തൊടുപുഴ മേഖലയിൽ മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ മലയോര മേഖലയിലേക്ക് അങ്ങനെയല്ല. പലയിടത്തും ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പുലർച്ചെ വരെ ഇടുക്കിയിൽ പരക്കെ വ്യാപകമായിട്ട് ശക്തമായ മഴ പെയ്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല സ്ഥലങ്ങളിലും മരമൊടിഞ്ഞു വീണ് ഈ വൈദ്യുതി ബന്ധം ഉൾപ്പെടെ തകരാറിലാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. മറ്റ് ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപായം സംഭവിക്കുന്ന തരത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. വാളറയ്ക്കടുത്ത് 6-ാം മൈലിൽ റോഡിലേക്ക് ഒരു മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അത് ആ മരം മുറിച്ചു മാറ്റിയ ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്കും കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ മഴയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക ഇടുക്കിയിലില്ല. എന്തായാലും എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ളതാണ്. ഖനന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള നിരോധനം 3 ദിവസത്തേക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ജലവിനോദങ്ങൾക്കും ഇടുക്കിയിൽ നിയന്ത്രണമുണ്ട് മഴ മാറുന്നതുവരെ. ഇന്നിപ്പോൾ ഓറഞ്ച് അലർട്ടാണ് നിലവിൽ ഇടുക്കിയിലുള്ളത്. അതിൻ്റെ സമാനമായിട്ടുള്ള രീതിയിലുള്ള മഴ സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ ഈ കാണുന്നത് തൊടുപുഴയാറാണ്. തൊടുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴ പെയ്തിരുന്നു എന്ന് പറഞ്ഞ പോലെ ജലനിരപ്പും അതിനനുസരിച്ച് ക്രമാതീതമായിട്ട് ഉയർന്നിട്ടുണ്ട്. മഴ കനക്കുകയാണെങ്കിൽ വീണ്ടും ജലനിരപ്പ് ഉയരും. അത് തൊടുപുഴയാറിലും മൂവാറ്റുപുഴയാറിലും ജലനിരപ്പ് ഉയരാനുള്ളൊരു സാധ്യത കൂടി ഉണ്ടാക്കും എന്നുള്ളതാണ് SKN ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്തായാലും പൊതുവെ ഒരല്പം ശാന്തം മഴയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാത്രിയിൽ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് SKN.